കടക്ക് പുറത്ത് എന്ന് നിങ്ങൾ ഞങ്ങളോട് അത്ര വേഗം ഇനി പറയില്ല. അധിക പ്രസംഗത്തിൻ്റെ ശീർഷകം കേട്ടാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മോട് കടക്ക് പുറത്ത് എന്ന് പറയണമെന്ന് ചിലരൊക്കെ ആഗ്രഹിച്ചിരുന്നു. ചിലരൊക്കെ ഇടയ്ക്കതിങ്ങനെ സൂചിപ്പിക്കാറുമുണ്ട്. നമ്മളെന്തോ ഇവിടെ വന്നുകൂടിയൊരു മാതിരി. നമ്മുടെ പ്രധാനമന്ത്രി അവസാനം കേരളത്തിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുകയുണ്ടായല്ലോ, നുഴഞ്ഞു കയറ്റക്കാരും കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നവരും കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ ഊരക്ക് ശക്തി വേണം. ആർക്കെങ്കിലും അതില്ലെങ്കിൽ പണ്ട് വൈക്കോമത് ബഷീർ പറഞ്ഞതുപോലെ മച്ചി മുക്കിയിട്ട് കാര്യമില്ല, മച്ചിക്ക് പ്രസവിക്കാൻ കഴിയില്ല. ഊരക്ക് കഴിവുള്ളവർക്ക് കുട്ടികളുണ്ടാവും. മനസ്സിലായോ? അതിനാരും അസൂയ കൊണ്ടിട്ട് കാര്യമില്ല. ഞങ്ങളുടെ പ്രവാചകൻ ആ കാര്യത്തിൽ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, തസവ്വജുൽ വുലൂദുൽ വദൂദ്, നിങ്ങൾ ധാരാളമായി സന്താനങ്ങളെ ജനിപ്പിക്കുന്ന കുട്ടികളെ വിവാഹം കഴിക്കുക എന്ന് വെച്ച് ഈ നാടിനെ സന്താന വർധനവിലൂടെ അങ്ങനെ ഒരു വലിയ ജനസംഖ്യാ മുന്നേറ്റം ഉണ്ടാക്കണമെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷെ വിഡ്ഢിയായ മൽത്തൂസൻ തിയറിയെ വലിച്ചെറിഞ്ഞതായ ഒരു സമുദായം ലോകത്ത് മുസ്ലിങ്ങളാണ്. മാൽത്തൂസിയൻ തിയറിയെ വിഡ്ഢിത്വം എന്ന് പറയാൻ അല്പം ചങ്കൂറ്റമൊന്നും പോരാ, നല്ല ചങ്കൂറ്റം വേണം. അദ്ദേഹം അന്ന് പറഞ്ഞതാണ്, മാൽത്തൂസ് എന്ന് പറഞ്ഞാൽ ജൂതനാണ്, ജൂതന്മാരിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ജനസംഖ്യാ വർധനവ് 2, 4, 8, 16, 32 എന്ന അനുപാതത്തിൽ, ക്ഷേത്രഗണിതാനുപാതത്തിൽ വർദ്ധിക്കുമ്പോൾ വിഭവങ്ങളുടെ വർധനവ് 1, 2, 3, 4, 5, 6. എപ്പോഴാണ് ഈ വിഡ്ഢി ഇത് പറയണമെന്ന് അറിയാം? നമുക്ക് നേരത്തെ പരിചയമുള്ള കുരുമുളക് വെള്ളി ഉണ്ടായിരുന്നു, കുരുമുളക്. ആ മുളക് പിന്നീട് നമ്മൾ അതിനകത്ത് പുതിയ ഇനം കണ്ടുപിടിച്ചു. അതോടുകൂടി 1, 100, 1000, 10,000 എന്ന രീതിയിലായി. നമ്മൾ അരിയുടെ കാര്യത്തിൽ ഇതിനൊക്കെ പേരൊക്കെ ഉണ്ട്, അതൊന്നും ആലോചിച്ച് പറയാമെന്ന് പിന്നോടല്ല. അരി, നമ്മുടെ അരി നേരത്തെ ഉണ്ടായിരുന്നതായ കോടൂർ തരി, മറ്റൊരു തരി എന്നൊക്കെ പറയുന്നത്, ഒന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ 2 ഉണ്ടാവുന്നത്, അത് 10,000 ഉണ്ടായിരുന്ന ജാതിയിലാണ് പിന്നീട് വന്നത്. ഓരോ സാധനത്തിനും നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വർധനവ് സംഭവിച്ചു. അക്കാലത്ത് പിന്നെ ഈ കാപ്പി എല്ലാം അധികരിച്ച കാപ്പി ബ്രസീലിലൊക്കെ കയറ്റുമതി ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ വില കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് അവിടെ കടലിലിട്ട് കത്തിക്കലായിരുന്നു. പിന്നീട് എന്തായി? പിടിച്ചാൽ കിട്ടാത്തത്ര വില. ഇങ്ങനെ ഓരോന്നും അള്ളാഹു തആല മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ ഒരു വായ നൽകുന്നത്, ഒരു വയറ്, പക്ഷെ 2 കൈകളാണ്, 2 കൈകൾ. ആ 2 കൈകൾ അധ്വാനിക്കുന്നതാണ്. അങ്ങനെ അധ്വാനിക്കുന്ന ജനങ്ങൾക്കാണ് നിലനിൽപ്പ്. അങ്ങനെ ആൾസംഖ്യ എവിടെയുണ്ടോ അവിടേക്കാണ് ലോകത്തിന് കണ്ണ്. ഇന്ത്യ ഇന്ന് ലോകത്ത് അവഗണിക്കാൻ വയ്യാത്തൊരു ശക്തിയാണ്. ഒരുപാട് പോരായ്മകളുണ്ടെങ്കിലും 5ാമത്തെ ശക്തി എന്താണ് ഇന്ത്യയുടെ കയ്യിലുള്ളത്? മാനവ വിഭവം അഥവാ മനുഷ്യശക്തി. അമേരിക്ക ഒരു രീതിയിലും എന്തെല്ലാം തന്നെ ഇന്ത്യയുടെ ഭാഗത്തിന് പ്രകോപനങ്ങളുണ്ടായാലും ഇന്ത്യ എഴുതി തള്ളാത്ത എന്താ? ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു മാർക്കറ്റ്. ലോകത്ത് ഇതുപോലത്തെ ഒരു മാർക്കറ്റില്ല. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, എല്ലാം കൂടി ഒന്നും ഇപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് അല്ല. എക്കണോമിക്സിൽ, ധനശാസ്ത്രത്തിൽ വാങ്ങാനുള്ളതായ കരങ്ങൾ, അത് വാങ്ങാനുള്ളതായ കഴിവ്, അതുണ്ടെങ്കിൽ അതൊരു വലിയ ശക്തിയാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശക്തി ചൈന അതിൻ്റെ പ്രത്യുൽപാദന കാര്യത്തിൽ വളരെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്ത്യ വളരെ വേഗം മുന്നേറിക്കൊണ്ടിരിക്കുക. ഇന്ത്യക്ക് ആ സംഭാവന നൽകുന്നത് മുസ്ലിങ്ങളാണ്, ഒരു സംശയമില്ല. കാരണം മറ്റേത് മാൽത്തൂസിൻ്റെ തിയറിയേക്കാണ് മുസ്ലിങ്ങൾ പ്രാധാന്യം നൽകുന്നത് അവരുടെ പ്രവാചകൻ്റെ വാചകങ്ങൾക്കാണ്. ആ പ്രവാചകൻ്റെ വചനങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്, തസവ്വജുൽ വുലൂദുൽ വദൂദ്, ധാരാളമായി പ്രസവിക്കുന്ന, ധാരാളമായി സന്താനങ്ങൾ ഉണ്ടാകുന്ന, ധാരാളമായി മുലയൂട്ടുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം അക്കാരണത്താൽ പട്ടിണി കിടക്കുന്നുണ്ടാവും. സോമാലിയെ പോലെയുള്ളതായ ഈ തൊട്ടടുത്തുള്ള സാമ്രാജ്യത്വം അമേരിക്ക വന്ന് കണ്ട് കെനിയൻ സൈന്യത്തിനെ സോമാലിയക്കെതിരെ അയച്ചു. എന്നിട്ട് അവിടുത്തെ മുസ്ലിങ്ങൾ അഭയാർത്ഥികളായി മാറി. അപ്പോൾ മുസ്ലിങ്ങൾ ഇത് അഭയാർത്ഥികളായി പോകുന്നു എന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇടപെട്ടുകൊണ്ടാണ് സംഭവം ഉണ്ടായത്. അല്ലെങ്കിൽ അതൊന്നും സംഭവിക്കില്ല. സോമാലിയക്കാരായ യുവാക്കൾ സംഘടിച്ച് നല്ലൊരു ഇസ്ലാമിക സംഘടന ഉണ്ടാക്കി അവരേറെക്കുറെ ആ തലസ്ഥാനം വളഞ്ഞ് അവരുടെ കയ്യിൽ അധികാരം വരുമ്പോഴേക്ക് അതിൽ കെനിയ ഇടപെട്ടു. കെനിയ നേരിട്ട് ഇടപെട്ടല്ല, അമേരിക്ക ഇടപെടിച്ച. ഇങ്ങനെ ഇതിനൊക്കെ പിന്നിൽ കളിക്കുന്ന അമേരിക്ക ഈ സാമ്രാജ്യ ശക്തികളാണ്. പറഞ്ഞു വരുന്നൊരു ആകത്തുക വളരെ സംക്ഷേപിച്ച് പറയാം. കൈകൾ അതൊരു ശക്തിയാണ്. വയറ് ഓരോന്ന്, അതേസമയം കൈകൾ ഈ 2. ആ ഈ 2 കൈകളുള്ളിടത്തോളം കാലം മനുഷ്യരാശിക്ക് ഭയപ്പെടേണ്ട.
അതുകൊണ്ട് നമ്മുടെ മുദ്രാവാക്യം എന്നും ഇക്കാലത്തും തസവ്വജുൽ വലൂദുൽ വദൂദ് എന്നായിരിക്കും. ഈ കാര്യം നമ്മുടെ പ്രധാനമന്ത്രിയോട് ആരെങ്കിലും എന്ന് പറയാം. മുസ്ലിങ്ങൾ അങ്ങനെയാണ്, അവരത് മാറ്റാൻ തയ്യാറില്ല. കൂടുതൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് വരണ്ട. സ്വന്തം വീട്ടിൽ കഴിഞ്ഞില്ലല്ലോ, അച്ഛനും അമ്മക്കും 6 കുട്ടികളുണ്ടായിട്ടുണ്ടല്ലോ, അത്ര മുസ്ലിങ്ങൾക്കുണ്ടാകും. ശരി.